കുന്നിനപ്പുറത്ത് വെള്ളപ്പൊക്കം വന്നത് അറിഞ്ഞില്ലേ? ഇല്ല, അതിനത്രയ്ക്ക് മഴയൊന്നും പെയ്തില്ലല്ലോ. ഇവിടെ പെയ്തില്ല, പക്ഷെ അവിടെ പെയ്തു. വലിയ വെള്ളപ്പൊക്കമാണോ? വലുതാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൂട്ടുകാരൻ കിഞ്ഞുണ്ണിയുടെ തലമണ്ട വരെ വെള്ളമെത്തി. എടോ, ഇവര് പറയുന്നത് മുഴുവനായിട്ടങ്ങ് വിശ്വസിക്കണ്ട, മഹാ പറ്റിക്കൽസാ. ഞാൻ ചോദിക്കാം. ഓ പറ, ആരേ കുഞ്ഞുണ്ണി? കുഞ്ഞുണ്ണി അല്ല, കിഞ്ഞുണ്ണി. ഞങ്ങളുടെ കൂട്ടുകാരനാ, മരത്തിലാ താമസം. മരത്തിൽ താമസിക്കുന്ന ആളുടെ തലവരെ വെള്ളം എത്തിയെന്നോ? നൂണോ നൂണോ? ശരി, നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. ചേട്ടാ ചേട്ടാ, പോരുന്ന വഴിക്ക് ആ കിഞ്ഞുണ്ണിയെ കണ്ടോ? കൊണ്ടു. കിഞ്ഞുണ്ണി ഇപ്പോഴും മരത്തിൽ തന്നെയാണോ? അതെ, മരത്തിൽ തന്നെ. ഇനി ഒറ്റ ചോദ്യം, വെള്ളം എവിടെ എത്തി? കിഞ്ഞുണ്ണിയുടെ തല വരെ എത്തിയോ? തലയുടെ തൊട്ട് താഴെ വരെ എത്തി. കേട്ടല്ലോ, ഇനി സംശയം വല്ലതും ഉണ്ടോ? ആ കരടി കള്ളം പറയില്ലോ, എനിക്കറിയാം. ഓടിക്കോ, വെള്ളം ഉടനെ ഇങ്ങെത്തും. കിഞ്ഞുണ്ണി നമസ്കാരം. കിഞ്ഞുണ്ണിയുടെ തലയുടെ തൊട്ട് താഴെ വെള്ളം. നമസ്കാരം. അക്കൂ ഇക്കൂ, രക്ഷിക്കണം, ആ മോർച്ചൻ ചെന്നായ എന്നെ പിടിക്കാൻ വരുന്നു. ഞാൻ ഈ മരപ്പൊത്തിലേക്ക് കയറുകയാ. ശരി, താൻ ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾ മോർച്ചനോട് പറയില്ല. പക്ഷേ നിങ്ങൾ സത്യമേ പറയാവൂ. ഒരിക്കലും കള്ളം പറയരുതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കള്ളം പറയാൻ കൂട്ടു നിൽക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പാടില്ല. പേടിക്കണ്ട, ഞങ്ങൾ കള്ളം പറയില്ല. സത്യം പറ, ഇതുവഴി വന്ന മുയൽ എവിടെ പോയി? നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടു. എങ്കിൽ പറ, അവൻ എവിടെയുണ്ട്? കണ്ടത് സത്യമായി പറയാം. ആദ്യം ആ മുയൽ കാടിന്റെ മുതുകത്തൊരു തൊഴി കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ പൊങ്ങിപ്പോയി. അതുകൊണ്ട് ഒരു മരം അവനെ വായിലാക്കി. നിങ്ങൾക്കെന്താ വട്ടായോ? ബുദ്ധി കൂടിയാൽ ഇതോ പ്രശ്നം. ചിലപ്പോ വട്ടാവും. ഇവന്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. രക്ഷപ്പെട്ടു. സത്യത്തിൽ നിങ്ങൾ സത്യമാണോ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല. വായിലാക്കിയെന്ന് പറഞ്ഞത് സത്യമാ. മരത്തിന്റെ വായു പോലെയല്ലേ പൊത്ത്. പിന്നെ പൊത്തിലേക്ക് ചാടാൻ വേണ്ടി താൻ ചവിട്ടി കുതിച്ചില്ലേ? അതാണ് കാടിന്റെ മുതുകത്ത് തൊഴിച്ചെന്ന് പറഞ്ഞത്. പൊങ്ങി പോയി എന്ന് പറഞ്ഞപ്പോ പൊത്തുവരെ പൊങ്ങിയെന്നേ